ഒരു ഭംഗിയുള്ള ഒരു കാഴ്ച തന്നെയാണ്. ഒത്തിരി സ്ത്രീകൾ രണ്ട് ഭാഗത്തായിട്ട് ഇരുന്നിട്ട് ഓരോന്നായിട്ട് എടുത്തിട്ട് ഓരോ ബോക്സിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. റാപ്പർ സോപ്സ് മാനുഫാക്ചറിംഗിന്റെ ഈ ഒരു മെഷീന്റെ ഭാഗത്തേക്ക് വരുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റുന്നത് ഒക്കെ മെഷീൻ തന്നെ ചെയ്തുകൊള്ളൂ. നിങ്ങൾ ഈ കാണുന്നത് പോലെ ഒരു നൂല് പോലെയാണ് ഇത് പിന്നെ പുറത്തേക്ക് വരുന്നത്. F0 എന്ന് വന്നിട്ട് കോഴിക്കോട് ജില്ലയിലാണ്. കോഴിക്കോട് ജില്ലയിൽ വെള്ളയിൽ എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത്. കേരള സാൻഡൽ സോപ്പ് നിർമ്മാതാക്കളായിട്ടുള്ള കേരള സോപ്സ് എന്ന് പറയുന്ന കമ്പനിയിലാണ് ഞാൻ വന്നിട്ടുള്ളത്. പൊതുമേഖലാ സ്ഥാപനങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ലാഭത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വലിയൊരു കമ്പനി തന്നെയാണ് ഇന്ന് കേരള സോപ്സ്. ഇതിന്റെ പുറകിൽ കേരള സർക്കാർ എടുത്തിട്ടുള്ള വലിയ രീതിയിലുള്ള എഫേർട്ട് തന്നെയാണ് ഇന്ന് ഈ ഒരു കമ്പനി ലാഭത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയാണ്, എങ്ങനെയാണ് ഒരു സോപ്പ് നിർമ്മിക്കുന്നത്, അത് നമുക്കൊന്ന് കാണണല്ലേ. എത്രമാത്രം ക്വാളിറ്റിയാണ് കേരള സോപ്സ്, കേരള സാൻഡൽസ് എന്ന് പറയുന്ന രീതിയിലേക്ക് നമ്മുടെ കയ്യിലേക്ക് തന്നുകൊണ്ടിരിക്കുന്ന സോപ്പിലൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ നമുക്ക് അറിയാനുണ്ട്. നേരെ കമ്പനിയുടെ വിശേഷങ്ങളിലേക്ക്. കേരള സർക്കാരിന്റെ വ്യവസായ വകുപ്പിന് കീഴിലുള്ള കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ എന്റർപ്രൈസസ് ലിമിറ്റഡ് എന്ന പൊതുമേഖലാ സ്ഥാപനം ഏറ്റെടുത്ത് പ്രവർത്തിക്കുന്ന വലിയൊരു കമ്പനിയാണ് കേരള സോപ്സ് യൂണിറ്റ്. 1914 കമ്പനി ആരംഭിച്ചത്. കുളിക്കാനുള്ള സോപ്പ്, അലക്ക് സോപ്പ്, ഹാൻഡ് വാഷ് എന്നിവയാണ് കേരള സോപ്സ് കമ്പനിയിൽ പ്രൊഡക്ഷൻ ചെയ്തു വരുന്നത്. നമ്മളിൽ പലർക്കും ഈ കമ്പനിയെ കുറിച്ച് പറയുമ്പോൾ മനസ്സിൽ വരുന്ന സോപ്പ് കേരളത്തിലെ മറയൂരിൽ നിന്നുള്ള ചന്ദനത്തൈലം ഉപയോഗിച്ച് നിർമ്മിക്കുന്ന കേരള സാൻഡൽസ് എന്ന് പറയുന്ന സോപ്പാണ്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഈ കമ്പനിയിൽ എങ്ങനെയാണ് സോപ്പ് നിർമ്മിക്കുന്നതിനുള്ള പ്രോസസ്സ് നടക്കുന്നത് എന്നതാണ്. സോപ്പ് നിർമ്മിക്കാൻ പ്രധാനപ്പെട്ട റോ മെറ്റീരിയലാണ് നിങ്ങൾ ഈ കാണുന്നത്. സോപ്പ് നൂഡിൽസ് എന്നാണ് ഇതിന് പറയുന്നത്. സോപ്പ് നൂഡിൽസ് പ്രധാനമായും 3 ഗ്രേഡാണ് വരുന്നത്. കേരള സാൻഡൽസിന്റെ പ്രീമിയം സോപ്പുകൾ നിർമ്മിക്കാൻ വേണ്ടി സൂപ്പർ പ്രീമിയം ഗ്രേഡ് ആയിട്ടുള്ള 80-20 മെറ്റീരിയലാണ് ഉപയോഗിക്കുന്നത്. കമ്പനിയിലേക്ക് വന്ന ഈ സോപ്പ് നൂഡിൽസ് നേരെ നിങ്ങൾ ഈ കാണുന്ന ന്യൂമാറ്റിക് ബ്ലോവറിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ സോപ്പ് നൂഡിൽസ് ഒരു ന്യൂമാറ്റിക് ബ്ലോയിങ് സിസ്റ്റത്തിലൂടെ നിങ്ങൾ ഈ കാണുന്ന പൈപ്പ് ലൈൻ വഴി 40 മെട്രിക് ടൺ കപ്പാസിറ്റിയുള്ള സൈലോ സ്റ്റോറേജിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. ഈ ഒരു സ്റ്റോറേജ് വരുന്നത് കമ്പനിയുടെ 3ാമത്തെ നിലയിലാണ്. അത്രയും മുകളിലാണ് ഈ ഒരു സ്റ്റോറേജ് സിസ്റ്റം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ ഒരു സൈലോ സ്റ്റോറേജിൽ നിന്ന് 250 കിലോഗ്രാം വീതമുള്ള ബാച്ച് പ്രൊഡക്ഷന് വേണ്ടി ബാച്ച് വെയിങ് മെഷീനിലേക്കാണ് ഇത് മാറ്റുന്നത്. ഇവിടെ നിന്ന് 250 കിലോഗ്രാം തൂക്കം കറക്റ്റ് ചെയ്ത് ഓട്ടോമാറ്റിക്കലി തൊട്ട് താഴെയുള്ള മിക്സിംഗ് യൂണിറ്റിലേക്ക് ഫീഡ് ചെയ്യുന്നു. ഇവിടെ വെച്ചാണ് സോപ്പിലേക്ക് ആവശ്യമുള്ള പെർഫ്യൂംസ്, എഡിറ്റീവ്സ് ഒക്കെ ആഡ് ചെയ്യുന്നത്. ഇതൊക്കെ ഈ ഒരു മിക്സിംഗ് യൂണിറ്റിൽ വെച്ച് നന്നായി മിക്സ് ആവണം. അതിനു വേണ്ടി തന്നെ 15 മിനിറ്റ് ഈ ഒരു പ്രോസസ്സ് നടന്നുകൊണ്ടേയിരിക്കും ഈ ഒരു മിക്സിംഗ് യൂണിറ്റിൽ വെച്ചിട്ട്. ഈ ഒരു മിക്സിംഗ് യൂണിറ്റിൽ നിന്ന് മിക്സ് തൊട്ട് താഴെയുള്ള സിംപ്ലക്സ് റിഫൈനിങ് പ്ലോഡർ മെഷീന്റെ ഹോപ്പറിലേക്കാണ് പിന്നെ ഇതിനെ മാറ്റുന്നത്. ഇവിടുന്ന് മെറ്റീരിയൽ ഇതിനുള്ളിലുള്ള ഫിൽട്ടർ വഴി കടന്നു പോകുന്ന സമയത്ത് ഒരു ത്രെഡ് ഫോമിലേക്കായിട്ട് ഇത് മാറും. നിങ്ങൾ ഈ കാണുന്നത് പോലെ ഒരു നൂല് പോലെയാണ് ഇത് പിന്നെ പുറത്തേക്ക് വരുന്നത്. നല്ല ഭംഗിയാണ് ഈ ഒരു കാഴ്ച കാണാൻ തന്നെ. ഇതിനുശേഷം ഈ കാണുന്ന കൺവെയർ വഴി ട്രിപ്പിൾ റോൾ മില്ലിലേക്ക് ഫീഡ് ചെയ്യും. ഇവിടെ വെച്ചാണ് ഈ ഒരു മെറ്റീരിയലിനെ അരച്ചെടുക്കുന്നത്. അരച്ച് നല്ല സോഫ്റ്റ് മെറ്റീരിയലാക്കി മാറ്റിയെടുക്കണം. ഒരു പേസ്റ്റ് രൂപത്തിലേക്ക്. നല്ല രീതിയിൽ ഇത് അരച്ചില്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് നമ്മുടെ സ്കിന്നിലേക്ക് ഈ ഒരു സോപ്പ് യൂസ് ചെയ്യുന്ന സമയത്ത് ഒരു തരി പോലെ ഉണ്ടാവുന്നതായിരിക്കും. അങ്ങനെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പേസ്റ്റ് രൂപത്തിലേക്ക് ഇതിനെ അരച്ചെടുക്കുന്നത്. ഇവിടുന്ന് അടുത്ത കൺവെയർ വഴി ഡ്യൂപ്ലക്സ് ഫിനിഷിംഗ് പ്ലോഡർ മെഷീനിലേക്കാണ് പിന്നെ ഇതിനെ മാറ്റുന്നത്. ഇവിടെയും ഒരു മിക്സിംഗ് പ്രോസസ്സ് തന്നെയാണ് നടക്കുന്നത്. ഇവിടെ 2 സ്റ്റേജ് പ്രോസസ്സ് ഉണ്ട്. രണ്ടാമത്തെ സ്റ്റേജിൽ ഒരു വാക്വം ചാമ്പർ ഉണ്ട്. ഈ ഒരു മെറ്റീരിയലിന്റെ ഉള്ളിൽ എവിടെയെങ്കിലും എയർ ബബിൾസ് ഉണ്ടെങ്കിൽ അതൊക്കെ നീക്കം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രോസസ്സ് നടക്കുന്നത്. ഉള്ളിൽ എയർ ബബിൾസ് ഉണ്ടെങ്കിൽ നമുക്ക് കസ്റ്റമർക്ക് തന്നെയാണ് നഷ്ടം സംഭവിക്കാൻ പോകുന്നത്. എവിടെയെങ്കിലും എയർ ബബിൾസ് ഉണ്ടെങ്കിൽ സോപ്പായിട്ട് പുറത്തേക്ക് വരുന്ന സമയത്ത് 100 ഗ്രാം സോപ്പാണെങ്കിൽ 95 ഗ്രാം ഒക്കെ ആയിരിക്കും സോപ്പ് ഉണ്ടാവുന്നത്. ആ ഒരു ശ്രദ്ധ കൊടുക്കാൻ വേണ്ടി, ഈ ഒരു പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മെഷീനിൽ കൂടി കടത്തിവിടുന്നത്. ഇങ്ങനെ പുറത്തേക്ക് വരുന്ന മെറ്റീരിയൽ ഒരു ബാർ ഫോമിലാണ് ഉണ്ടാവുക. നീളമുള്ള ഈ ഒരു ബാറിനെ കട്ട് ചെയ്ത് പ്രത്യേക അളവിലേക്ക് മാറ്റാൻ വേണ്ടി മിൽ കട്ടർ മെഷീനിലേക്കാണ് പിന്നെ ഇതിനെ മാറ്റുന്നത്. ഇവിടെ വെച്ച് സ്റ്റാമ്പിംഗ് മെഷീനിന് വേണ്ട ലെങ്ത് ആൻഡ് സൈസിലേക്ക് ഇതിനെ കട്ട് ചെയ്തെടുക്കും. ഈ കട്ട് ചെയ്തെടുത്ത ബാർസ് ആണ് സ്റ്റാമ്പിംഗ് മെഷീനിലേക്ക് ഫീഡ് ചെയ്യുന്നത്. ഈ ഒരു മെഷീനിൽ വെച്ചാണ് നമ്മളൊക്കെ കാണുന്ന സോപ്പിന്റെ രൂപത്തിലേക്ക് മാറുന്നത്. പല ഗ്രാമിലാണുള്ള സോപ്പ് നമ്മൾ കണ്ടുവരുന്നത്. കേരള സോപ്പ് കമ്പനിയിൽ ചെയ്തെടുക്കുന്ന സോപ്പുകൾ എന്ന് പറയുന്നത് 75 ഗ്രാം വരുന്നുണ്ട്, 100 ഗ്രാം വരുന്നുണ്ട്, 125 ഗ്രാം, 150 ഗ്രാം എന്നിങ്ങനെയൊക്കെയാണ്. ഇവിടെയുള്ള ഒരു കാഴ്ച നല്ല ഭംഗി തന്നെയാണ് വരുന്നത്. ഡൈ പ്രസ്സായി കഴിഞ്ഞാൽ കൊടുത്തിരിക്കുന്ന ഗ്രാമിനനുസരിച്ച് ഇത് കട്ട് ചെയ്ത് സോപ്പിന്റെ ഷേപ്പിലേക്ക് വരുന്നു. ഈ കട്ട് ചെയ്തെടുക്കുന്ന സോപ്പ് ഒരാൾ എടുത്ത് പുറത്തേക്ക് വെക്കേണ്ട ആവശ്യമല്ല, മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി വെക്കേണ്ട ആവശ്യം വരുന്നത്. ഇതൊക്കെ ഇവിടെ ഫുള്ളി ഓട്ടോമാറ്റിക് പിക്ക് ആൻഡ് പ്ലേസ് മോഷനിലൂടെയാണ് ഇതൊക്കെ നടക്കുന്നത്. സക്ഷൻ കപ്പ് മുഖാന്തരം ഔട്ട്വേർഡ് കൺവെയറിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. ഇവിടെ നിന്ന് സോപ്പുകൾ പാക്കിങ്ങിലേക്കാണ് നീങ്ങുന്നത്. ഇതിനിടയിലായിട്ട് ബാർ കട്ട് ചെയ്ത് സോപ്പായി കഴിഞ്ഞാൽ
ഒരു 25% സ്ക്രാപ്പ് ഉണ്ടാവുന്നതായിരിക്കും. ഇതിന് വീണ്ടും ബാർ രൂപത്തിലേക്ക് മാറ്റാൻ വേണ്ടി നിങ്ങൾ ഈ കാണുന്ന ഈ കൺവെയർ വഴി ഈ സ്ക്രാപ്പിനെ തിരിച്ച് ഡ്യൂപ്ലക്സ് ഫിനിഷിംഗ് പ്ലോഡറിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് മെറ്റീരിയൽ ഒരു വിധത്തിലും വേസ്റ്റ് ആവുന്നില്ല എന്നുള്ളൊരു കാര്യമാണ്. അത്രയും കൃത്യമായിട്ടുള്ള ഒരു പ്രവർത്തനം തന്നെയാണ് ഈ ഒരു മെഷീനിൽ കൂടി ഈ ഒരു കമ്പനിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. സ്റ്റാമ്പിംഗ് മെഷീനിൽ നിന്ന് പുറത്തേക്ക് വരുന്ന സോപ്പ് കേക്ക്സ് പൗച്ച് പാക്കിംഗ് മെഷീനിൽ കൂടിയാണ് കടന്നു പോകുന്നത്. ഇവിടെ വെച്ച് ഈ ഒരു സോപ്പുകൾ സീൽ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. സീൽഡ് സോപ്പ് കേക്ക്സ് പാക്കിംഗ് സെക്ഷനിലേക്ക് കൺവെയർ വഴി നീങ്ങുന്നതാണ് ഈ കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. ഫുള്ളി ഓട്ടോമാറ്റിക് ആയിട്ടാണ് ഇവിടുത്തെ ഈ ഒരു മെഷീനൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടുന്ന് ഈ സീൽ ചെയ്ത് കൺവെയർ വഴി പുറത്തേക്ക് വരുന്ന ഈ ഒരു സോപ്പ് കേക്ക്സ് കാർട്ടണൈസിങ് പ്രോസസ്സിലേക്കാണ് മാറ്റുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും, ഇവിടെ നല്ലൊരു ഭംഗിയുള്ളൊരു കാഴ്ച തന്നെയാണ്. ഒത്തിരി സ്ത്രീകൾ രണ്ട് ഭാഗത്തായിട്ട് ഇരുന്നിട്ട് ഈ കൺവെയർ വഴി വന്നുകൊണ്ടിരിക്കുന്ന ഈ സോപ്പുകൾ ഇവിടുന്ന് പിക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഓരോന്നോരോന്നായിട്ട് എടുത്തിട്ട് ഓരോ ബോക്സിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അതും വളരെ വേഗതയിൽ വളരെ സ്പീഡായിട്ടാണ് ഈ ഒരു പ്രവർത്തനം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം കൃത്യമായിട്ടുള്ള സമയത്തിൽ ഈ ഒരു കൺവെയറിൽ ഈ ഒരു സോപ്പ് കേക്ക്സ് വന്നുകൊണ്ടേയിരിക്കുകയാണ്. അത് കറക്റ്റ് സമയത്ത് തന്നെ ഇത് പിക്ക് ചെയ്യണം. വളരെ സ്പീഡിൽ തന്നെ ചെയ്താൽ മാത്രമേ ഈ ഒരു പ്രവൃത്തി ഇവിടെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ നമ്മളിപ്പോൾ കണ്ടിട്ടുള്ളത് ഒരു പ്രൊഡക്ഷൻ ലൈനാണ്. 2 പ്രൊഡക്ഷൻ ലൈനാണ് കേരള സോപ്സ് കമ്പനിയിൽ വരുന്നത്. ഇത്ര നേരം നമ്മൾ കണ്ട ഈ ഒരു കാഴ്ചകൾ എന്ന് പറയുന്നത് കാർട്ടൺ സോപ്സ് പാക്ക് ചെയ്തെടുക്കുന്ന ഒരു സിസ്റ്റമാണ്. അതിന്റെ മാനുഫാക്ചറിങ്ങും പാക്കിംഗ് ആണ് കണ്ടിട്ടുള്ളത്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് റാപ്പർ സോപ്സ് മാനുഫാക്ചറിംഗ് ആണ്. ഇവിടെ ഇത്ര നേരം നമ്മൾ കണ്ട സെയിം സിസ്റ്റം, ആകെ ഒരു പാക്കിങ്ങിൽ മാത്രമാണ് ഇവിടെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. ബാക്കി വരുന്ന മെഷീൻസിന്റെ ഒക്കെ പ്രവർത്തനം എന്ന് പറയുന്നത് സെയിം തന്നെയാണ് വരുന്നത്. പ്രത്യേകമായിട്ട് ഇവിടെ ആരും തന്നെ ഇരുന്ന് പാക്ക് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല എന്നൊരു കാര്യമാണ് ഈ ഒരു റാപ്പർ സോപ്സ് മാനുഫാക്ചറിങ്ങിന്റെ ഈ ഒരു മെഷീന്റെ ഭാഗത്തേക്ക് വരുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റുന്നത്. ഒക്കെ മെഷീൻ തന്നെ ചെയ്തുകൊള്ളൂ. കേരള സോപ്സിന്റെ പോപ്പുലർ സെഗ്മെന്റ് സോപ്പുകളാണ് റാപ്പർ സോപ്പുകളായിട്ട് മാനുഫാക്ചറിങ് ചെയ്തെടുക്കുന്നത്. കമ്പനിയുടെ പ്രീമിയം സോപ്പുകളായ സാൻഡില്, ത്രിൽ, എക്സോട്ടിക്, വൈറ്റ് സോപ്പുകളൊക്കെ മാനുഫാക്ചറിങ് ചെയ്യുന്നത് നമ്മൾ ആദ്യം കണ്ട പ്രൊഡക്ഷൻ ലൈനിൽ വെച്ചാണ്. അടുത്തത് കേരള സോപ്സിന്റെ ഹാൻഡ് വാഷ് ചെയ്യുന്ന കാഴ്ചകളാണ് നമ്മൾ കാണാൻ പോകുന്നത്. സാൻഡിലും നീമും ഈ 2 വേരിയന്റിലാണ് ഹാൻഡ് വാഷ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 250 ലിറ്റർ കപ്പാസിറ്റിയുള്ള ഒരു ബ്ലെൻഡറിലേക്ക് ഹാൻഡ് വാഷിന് ആവശ്യമുള്ള എഡിറ്റീവ്സ് ഫില്ല് ചെയ്ത് ബ്ലെൻഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യുക. ബ്ലെൻഡ് ചെയ്തെടുത്തതിന് ശേഷം ബോട്ടിൽ ഫില്ലിംഗ് ആണെങ്കിൽ നേരെ ബോട്ടിൽ ഫില്ലിംഗ് മെഷീനിലേക്ക് മാറ്റും. ബോട്ടിൽ ഇവിടെ വരുന്നത് 250 മില്ലി 500 മില്ലി ഒക്കെയാണ് ബോട്ടിലായിട്ട് ഇവിടെ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ, അതായത് കുറച്ചുകൂടി വലിയ രീതിയിലേക്ക് നമുക്ക് ഹാൻഡ് വാഷ് ആവശ്യം വരികയാണെങ്കിൽ ഇവിടെ 5 ലിറ്ററിന്റെ ക്യാനിലും ചെയ്തെടുക്കുന്നുണ്ട്. ഈ 5 ലിറ്ററിന്റെ ക്യാനിൽ ചെയ്തെടുക്കുന്ന മെഷീനാണ് ഈ കാണുന്നത്. ഇത് കൂടാതെ പൗച്ചുകളിലും കേരള സോപ്സിന്റെ ഹാൻഡ് വാഷ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. സാധാരണ നമ്മൾ കാണുന്നുണ്ടല്ലോ, ബോട്ടിൽ നമ്മൾ കാണും, അതേപോലെ പൗച്ചിലും കാണും. അതുകൂടാതെയാണ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ വലിയ ക്യാനുകളിലേക്കും കൂടിയിട്ട് ഇവിടുന്ന് ഈ ഹാൻഡ് വാഷുകൾ ചെയ്തിട്ട് നമ്മുടെ കൈകളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതേ സിസ്റ്റം വഴി തന്നെ ലിക്വിഡ് സോപ്പും ലിക്വിഡ് ഡിറ്റർജന്റും കമ്പനിയിൽ ഏറെ വൈകാതെ തന്നെ ഇവിടുന്ന് ലോഞ്ച് ചെയ്യും എന്നുള്ളൊരു കാര്യം കൂടി ഇവിടെ വന്ന സമയത്ത് അറിയാൻ സാധിച്ചിട്ടുണ്ട്. കേരള സോപ്സിൽ പ്രീമിയം സോപ്പ് വരുന്നത് കേരള സാൻഡിൽ സോപ്പും ത്രിൽ എക്സോട്ടിക് സോപ്പുമാണ് വരുന്നത്. സാൻഡിൽ പ്രീമിയം സോപ്പ് 3 വേരിയന്റിലാണ് ഇവിടെ വരുന്നത്. 75 ഗ്രാം വരുന്നുണ്ട്, 125 ഗ്രാം, 150 ഗ്രാം. പിന്നെ വരുന്ന ഒരു സെഗ്മെന്റ് എന്ന് പറയുന്നത് പോപ്പുലർ സെഗ്മെന്റ് ആണ്. പോപ്പുലർ സെഗ്മെന്റിൽ കൈരളി എന്ന ബ്രാൻഡ് നെയിമിന്റെ കീഴിൽ വിവിധ വേരിയന്റുകളായിട്ടുള്ള കൈരളി ലെമൺ, കൈരളി ലാവൻഡർ, കൈരളി ഓറഞ്ച്, കൈരളി ലവ്ലി പിങ്ക് എന്നിവയൊക്കെയാണ് വരുന്നത്. കൈരളിയിൽ തന്നെ 75 ഗ്രാമിന്റെ 4 സോപ്പ് അടങ്ങിയിട്ടുള്ള സിംഗിൾ ബാൻഡ് സോപ്പും വരുന്നുണ്ട്. മറ്റൊന്ന് കാർബോളിക് സോപ്പാണ്. വാഷിംഗ് ആവശ്യത്തിന് വേണ്ടി ഈ കമ്പനിയിൽ നിന്ന് പ്രൊഡക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് 125 ഗ്രാമിന്റെ വരുന്ന വാഷ്വെൽ എന്ന് പറയുന്ന ഒരു സോപ്പാണ്. ഇങ്ങനെ നമ്മുടെ ജീവിതത്തിലേക്ക് ആവശ്യമുള്ള എല്ലാതരം സോപ്പ് ഉൽപ്പന്നങ്ങളും കേരള സോപ്സിൽ ചെയ്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ ഉൽപ്പന്നങ്ങളും കൃത്യമായി ലാബിൽ ടെസ്റ്റ് ചെയ്ത് പരിശോധന നടത്തിയതിനു ശേഷം മാത്രമാണ് ഇതൊക്കെ മാനുഫാക്ചർ ചെയ്ത് നമ്മുടെ കൈകളിലേക്ക് കേരള സോപ്സ് ഓരോ സോപ്പുകളും എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് എല്ലാവർക്കും അറിയേണ്ടത് പ്രൈസ് എത്രയാണ്, ഇതിന്റെ പ്രൈസ് വരുന്നത് എന്നുള്ളൊരു കാര്യമാണ് അല്ലേ. ഇവിടെ സോപ്പിന്റെ സ്റ്റാർട്ടിംഗ് വരുന്നത് 125 ഗ്രാമിന്റെ വാഷിംഗ് സോപ്പിന് 29 രൂപയാണ് വരുന്നത്. കുളി സോപ്പിലേക്ക് വരികയാണെങ്കിൽ 30 രൂപ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 30 രൂപ, 42 രൂപ, അങ്ങനെ നോക്കുകയാണെങ്കിൽ 340 രൂപയുടെ സോപ്പ് വരെ ഇന്ന് കേരള സോപ്സിൽ ഇന്ന് അവൈലബിൾ ആണ്. ഇന്ന് നമുക്ക് കേരള സോപ്സ് സപ്ലൈകോ സൂപ്പർ മാർക്കറ്റുകൾ, കൺസ്യൂമർ ഫെഡ്, പിന്നെ റിലയൻസ്, നെസ്റ്റോ, ഡേമാർട്ട് പോലുള്ള മോഡേൺ മാർക്കറ്റുകളിലും കൂടാതെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകൾ, ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകൾ, ഗവൺമെന്റ് കമ്പനീസിലൊക്കെ ആയിട്ടാണ് സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൂടാതെ ആമസോൺ, ഫ്ലിപ്കാർട്ട്, ജിയോമാർട്ട് തുടങ്ങിയ ഓൺലൈൻ സൈറ്റുകളിലും ഇന്ന് ലഭ്യമാണ്. സന്തോഷമുള്ള മറ്റൊരു കാര്യം കേരള സോപ്സ് വിദേശ രാജ്യങ്ങളിലും കയറ്റി അയക്കുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മളിന്ന് കാണുന്ന എല്ലാ ഭാഗങ്ങളിലേക്കും നമ്മൾ അന്വേഷിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ആയിട്ട് കേരള സോപ്സ് യൂണിറ്റിന്റെ സോപ്പുകൾ എത്തിക്കാനുള്ള വലിയൊരു ശ്രമം തന്നെയാണ് ഇന്ന് കമ്പനി ചെയ്തു വരുന്നത്. കേരള സോപ്സ് ആൻഡ് ഓയിൽസ് ലിമിറ്റഡ് എന്ന കമ്പനിയെ 2010 സംസ്ഥാന സർക്കാരിന് കീഴിൽ
വ്യവസായ വകുപ്പിന് കീഴിലുള്ള കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ എൻ്റർപ്രൈസസ് എന്ന പൊതുമേഖലാ സ്ഥാപനം ഏറ്റെടുക്കുകയും നവീകരണ പ്രവർത്തനങ്ങൾ നടത്തി പുതിയ ഉൽപ്പാദന യൂണിറ്റായി മാറുകയും ചെയ്തത്. ചന്ദനത്തിൽ നിന്നുള്ള സോപ്പ് ഏറ്റവും മികച്ച ഗുണമേന്മയോടുകൂടി ഉപഭോക്താക്കൾക്ക് നൽകുന്ന ഉൽപ്പന്നങ്ങളാണ് കേരള സോപ്സിൽ നിർമ്മിക്കുന്നത്. വ്യവസായ വാണിജ്യ വകുപ്പ് നവീകരണ പ്രവർത്തനങ്ങളിലൂടെ പുതിയ മെഷീനുകൾ സ്ഥാപിക്കുകയും പ്രവർത്തനങ്ങൾ നടത്തി വരികയും ചെയ്യുന്നു. കഴിഞ്ഞ സാമ്പത്തിക വർഷം 2022-23 717 മെട്രിക് ടൺ ഉൽപ്പന്നങ്ങൾ കേരളത്തിനകത്തും പുറത്തുമായി KSIക്ക് കേരള സോപ്സിലൂടെ വിൽപ്പന നടത്തുവാൻ സാധിച്ചു. ഇത് FMCG സോപ്പ് പോലുള്ളൊരു FMCG പ്രോഡക്റ്റ് പൊതുവിപണിയിൽ നിലനിർത്തുക എന്നുള്ളത് KSI പോലുള്ളൊരു സർക്കാർ സംവിധാനത്തിന് വളരെയധികം ബുദ്ധിമുട്ടാണ്. കാരണം സ്വകാര്യ സ്ഥാപനങ്ങൾ പണം ചെലവഴിക്കുന്ന പോലെ പരസ്യത്തിനോ നടപടിക്രമങ്ങൾ പാലിച്ചല്ലാതെ റോ മെറ്റീരിയൽ വാങ്ങുന്നതും മറ്റ് നടപടിക്രമങ്ങളും ഒരു പൊതുമേഖലാ സ്ഥാപനത്തിന് ചെയ്യാൻ കഴിയുന്നതല്ല. എങ്കിലും ഈ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ഏറ്റവും ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ ഉപഭോക്താക്കൾക്ക് നൽകുകയാണ് കേരള സോപ്സ്. ഈ വർഷം 2023-24 സാമ്പത്തിക വർഷം പുതിയ മാർക്കറ്റിംഗ് മേഖലകൾ ശക്തിപ്പെടുത്തുകയും ഇന്ത്യയിലാകമാനമുള്ള മികച്ച ഏറ്റവും പ്രശസ്തമായ മാർക്കറ്റിംഗ് നെറ്റ്വർക്കുകളിലേക്കും സൂപ്പർ സ്റ്റോറുകളിലേക്കും കേരള സോപ്സിൻ്റെ ഉൽപ്പന്നങ്ങൾ എത്തുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ 2023 ജൂലൈ മുതൽ വിദേശങ്ങളിലേക്കും സൗദി അറേബ്യയും ഒമാൻ തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് കയറ്റുമതിക്കുള്ള ഓർഡർ ലഭിച്ചിട്ടുണ്ട്. ജൂലൈ മുതൽ സപ്ലൈ ചെയ്തു തുടങ്ങും. ഈ വർഷം പരീക്ഷണാടിസ്ഥാനത്തിൽ നിർമ്മാണം ആരംഭിച്ച ലിക്വിഡ് സോപ്പ് ഉൽപ്പന്നങ്ങൾക്ക് വിപണിയിൽ മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത്. അതിനെ തുടർന്ന് കൂടുതൽ ലിക്വിഡ് സോപ്പ് ഉൽപ്പന്നങ്ങൾ ഈ വർഷം തന്നെ വിപണിയിൽ എത്തിക്കാനുള്ള പ്രവർത്തനങ്ങൾ നടന്നു വരുന്നു. ഉൽപ്പാദനം കേരള സോപ്സിൽ പുതിയ പ്ലാന്റുകൾ നിർമ്മിച്ച് ഇൻസ്റ്റാൾ ചെയ്ത് നടന്നു വരുന്നു. ഇതിനുവേണ്ടി വ്യവസായ വകുപ്പിൽ നിന്നും പ്ലാൻ ഫണ്ടിൽ നിന്നും ആവശ്യത്തിനുള്ള തുക ഓരോ വർഷവും KSI വഴി കേരള സോപ്സിന് ലഭിക്കുന്നുണ്ട്. ഉൽപ്പാദിപ്പിക്കുന്നതിൽ 60% സോപ്പ് ഉൽപ്പന്നങ്ങളും കേരളത്തിന് പുറത്തെ മാർക്കറ്റിലാണ് വിറ്റഴിക്കുന്നത്. കേരളത്തിനകത്തെ മാർക്കറ്റിൽ ശക്തിപ്പെടുത്താൻ വേണ്ടി ഞങ്ങളുടെ വിപണന ശൃംഖല ശക്തിപ്പെടുത്തുകയും കേരളത്തിനകത്തെ സ്വകാര്യ പ്രൈവറ്റ് സൂപ്പർ മാർക്കറ്റുകളിൽ സോപ്പ് ലഭ്യമാക്കുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഓരോ ജില്ലയിലും സ്റ്റോക്കിസ്റ്റിനെയും ഡീലേഴ്സിനെയും പോസ്റ്റ് ചെയ്യുകയും എല്ലാ സ്ഥലത്തും കേരള സോപ്സിൻ്റെ ഉൽപ്പന്നങ്ങൾ ലഭ്യമാക്കാനുള്ള നടപടികൾ ചെയ്തു വരുന്നുണ്ട്. ഗുണനിലവാരത്തിന് വളരെയധികം പ്രാധാന്യം കൽപ്പിക്കുന്നതുകൊണ്ട് ഉൽപ്പാദന പ്രക്രിയയിലും മാർക്കറ്റിങ്ങിലും അതീവ ശ്രദ്ധയാണ് കേരള സോപ്സ് മാനേജ്മെൻറ്റ് പുലർത്തുന്നത്. ഇതിലൂടെ ഉപഭോക്താക്കൾക്ക് തികഞ്ഞ സംതൃപ്തി നൽകുന്ന ഉൽപ്പന്നങ്ങൾ അവരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് കേരള സോപ്സ് വഴി വ്യവസായ വകുപ്പും KSIയും ഉദ്ദേശിക്കുന്നത്. മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് 10 കോടിയിലധികം രൂപയുടെ സോപ്പ് ഉൽപ്പന്നങ്ങൾ 2022-23 സാമ്പത്തിക വർഷം വിൽക്കുവാൻ കേരള സോപ്സിന് സാധിച്ചിട്ടുണ്ട്. വ്യവസായ വകുപ്പ് ഓപ്പൺ നെറ്റ്വർക്ക് ഫോർ ഡിജിറ്റൽ കൊമേഴ്സ് ONDC പ്ലാറ്റ്ഫോമുമായി ബന്ധപ്പെട്ട് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും MSMEകളുടെയും ഉൽപ്പന്നങ്ങൾ ലിസ്റ്റ് ചെയ്യുന്നതിനോടനുബന്ധിച്ച് പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്നും കേരള സോപ്സിൻ്റെ ഉൽപ്പന്നങ്ങൾ ONDC പ്ലാറ്റ്ഫോമിലും ഇപ്പോൾ ലഭ്യമാണ്. ലിക്വിഡ് സോപ്പിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടും ഫ്ലോർ റാപ്പിംഗ് മെഷീൻ, സ്റ്റാമ്പിംഗ് മെഷീൻ തുടങ്ങിയ പുതിയ മെഷീനുകൾ ഈ സാമ്പത്തിക വർഷം വാങ്ങുകയും അതിൻ്റെ ഇൻസ്റ്റലേഷൻ പൂർത്തിയായി വരികയും ചെയ്യുന്നു. അതുകൂടി കഴിയുമ്പോൾ പൂർണ്ണതോതിൽ പ്രവർത്തന സജ്ജമായി കഴിഞ്ഞാൽ കൂടുതൽ പ്രൊഡക്ടിവിറ്റി കൂട്ടുകയും കൂടുതൽ മാർക്കറ്റിങ്ങിലൂടെ കൂടുതൽ ഉൽപ്പാദനക്ഷമത കൈവരിക്കാനും കേരള സോപ്സിന് സാധിക്കും. എത്രയാണ് കേരള സാൻഡൽസ് എന്ന് പറയുന്ന നമ്മുടെയൊക്കെ സ്വന്തം കേരള സോപ്സിന്റെ വിശേഷങ്ങൾ. എങ്ങനെയുണ്ട് കാഴ്ചകൾ? നല്ല ഭംഗിയായിട്ട് തന്നെ കണ്ടു അല്ലേ? ആ സോപ്പ് നൂഡിൽസ് ലാസ്റ്റ് സോപ്പായിട്ട് നമ്മുടെ കൈകളിലേക്ക് വരുന്ന ഒരു കാഴ്ച എന്ന് പറയുന്നത് ഇന്ന് കേരളത്തിൽ മാത്രമല്ല, കേരളത്തിന് പുറത്തും അതേപോലെ തന്നെ ഇന്ത്യക്ക് പുറത്തും മറ്റുള്ള രാജ്യങ്ങളിൽ പോലും നമ്മുടെ കേരള സാൻഡൽ സോപ്സ് എത്തിയിട്ടുണ്ട് എന്നുള്ള ഒരു സന്തോഷകരമായ ഒരു വാർത്തയും കൂടിയാണ് ഇവിടെ വന്ന സമയത്ത് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഇന്ന് ഇത്രയും നല്ല രീതിയിൽ തന്നെയാണ് ഈ ഒരു പൊതുമേഖലാ സ്ഥാപനം നമ്മുടെ മുന്നിൽ വിജയിച്ച് നമ്മുടെ മുന്നിൽ കാണിച്ചു തന്നിരിക്കുന്നത്. കേരള സാൻഡൽ സോപ്സ് ഇന്ന് കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിപ്പിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഇന്ന് കമ്പനി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യണമെങ്കിൽ വിളിക്കുക കേട്ടോ. നമ്പർ ഞാൻ എന്നും കൊടുക്കുന്ന പോലെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നുണ്ട്. വിളിക്കുക, നിങ്ങൾക്ക് സംസാരിക്കാം. ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. അടുത്ത ദിവസം ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരാം. ഓക്കെ, ബൈ.